10,800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ 12-12:30 മറ്റാണ് ഉദ്ഘാടനം. അതിനകത്ത് നമ്മുടെ മരുമോനെ വിളിച്ചില്ല. അപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചു, മരുമോനെ വിളിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ മരുമോനെ വിളിക്കണ്ടേ? അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന യോഗത്തിൽ ചില പ്രോട്ടോക്കോളുകൾ കാണും. പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്പറൊക്കെ ലിമിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ CM-ൻ്റെ ഓഫീസിലേക്ക് ലെറ്റർ പോയി കാണും. അപ്പോൾ CM-ന് അറിയാൻ പറ്റും CM ഉണ്ടെന്ന്. പക്ഷേ മന്ത്രി ഇല്ല എന്ന് CM-നും അറിയാൻ പറ്റും. കാരണം ആരൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ലെറ്റർ പോകും. ആ ലെറ്റർ പോയപ്പോൾ CM-ൻ്റെ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ PWD മിനിസ്റ്ററെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തിന് എഴുതാമായിരുന്നു. എഴുതിയോന്നറിയില്ല. എന്തായാലും കേരളത്തിലെ PWD മന്ത്രി മരുമോൻ റിയാസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ കേന്ദ്രത്തിൻ്റെ ദേശീയപാതയും കേന്ദ്രത്തിൻ്റെ ഭാരത് പെട്രോളിയവും കേന്ദ്രത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനുമൊക്കെ കേരളത്തിൻ്റെ കൂടെയാണ്, ഞങ്ങളാണെന്ന് ഇടിഞ്ഞു പോകുന്നത് വരെ, ദേശീയപാതയിൽ മണ്ണിടിയുന്നത് വരെ വലിയ ഷോ കാണിച്ച ആളാണ് മുഹമ്മദ് റിയാസ്. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, കോട്ടിടുന്നു, തൊപ്പി വയ്ക്കുന്നു, ഇരുമ്പ് മെറ്റൽ തൊപ്പി വയ്ക്കുന്നു, പിന്നെ അതുപോലെ തന്നെ മറ്റേ കോട്ടിടുന്നു, ഉദ്യോഗസ്ഥന്മാരെ കൂടെ ടെക്നിക്കലായി പോയി പരിശോധിക്കുന്നു, മീറ്റിംഗ് കൂടുന്നു, ചാട പട വേണ്ട ബഹളമായി. പക്ഷെ കൊല്ലത്തും മലപ്പുറത്തും മണ്ണിടിഞ്ഞ് വീണപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ കൈ പൊള്ളി. മുഹമ്മദ് റിയാസ് കൈയെടുത്തു. ഇത് സെൻട്രൽ ഇന്ത്യയിലാണ്, സ്റ്റേറ്റിൻ്റെ ഒരു പങ്കുമില്ല, ഗഡ്കരിയുടേതാണെന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസ് മുങ്ങി. അന്നേ ഗഡ്കരിയും ടീമും നോക്കി വെച്ചിരിക്കുകയാണ്. യവൻ ഒരു ആപത്ത് വന്നപ്പോൾ നമ്മൾ സഹായിക്കാത്തവനാണ് അവനെ, അതുകൊണ്ട് അയാളെ ഉദ്ഘാടനത്തിന് വിളിക്കണ്ട എന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസിനെ വിളിച്ചില്ല. മുഹമ്മദ് റിയാസിനെ വിളിക്കാത്തതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് പകരം റോഡ് ഷോ നടത്തുന്നു, അതുപോലെ തന്നെ പാരലൽ ഉദ്ഘാടനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ഇനി മുഖ്യമന്ത്രി ഇതിനകത്ത് പങ്കെടുക്കുമോ എന്നുള്ളതാണ് അടുത്ത കൗതുകം. മുഖ്യമന്ത്രി പങ്കെടുക്കാതിരിക്കുമ്പോൾ ഇത് വലിയ വിവാദമായിട്ടുണ്ട്. സുരേഷ് ഗോപി വിഴിഞ്ഞം പദ്ധതിയിൽ സുരേഷ് ഗോപി കയറിയിരുന്ന് ഇതുപോലെ മന്ത്രി PWD മന്ത്രി വേദിയിലും നമ്മുടെ ഇദ്ദേഹം സ്റ്റേജിലും ഇരുന്നപ്പോൾ, രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിലും ഇരുന്നപ്പോൾ വലിയ വിവാദമാക്കി. കുമ്മനം രാജശേഖരൻ മെട്രോയുടെ ഉദ്ഘാടനത്തിന് കുമ്മനം വന്ന് BJP പ്രസിഡൻ്റായിരുന്ന കുമ്മനം പങ്കെടുത്തപ്പോൾ കുമ്മനടി എന്നൊക്കെ പറഞ്ഞ് അന്ന് വേണ്ട പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖറിന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്, അവർ ലിസ്റ്റ് അയച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള മന്ത്രിമാരെയും കാര്യങ്ങളായിരിക്കും പങ്കെടുപ്പിക്കുക. ഇനി സംസ്ഥാനത്തു നിന്നൊരു മന്ത്രിക്ക് പ്രത്യേകം പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് എഴുതിയാൽ അത് പരിഗണിക്കുന്നതായിരിക്കും. എന്തായാലും മരുമോനെ വിളിക്കാൻ മനസ്സില്ല എന്നുള്ള നിലയിലാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷും വലിയ കളിയാക്കിയിട്ടുണ്ട്. അമ്മാവനെ വിളിക്കാം, മരുമോനെ വിളിക്കാൻ മനസ്സില്ല എന്ന് പറയുന്നു. എന്തായാലും രസകരമായിട്ടുണ്ട് കേരളത്തിലെ റോഡ് ഉദ്ഘാടനം, റെയിൽവേ ഉദ്ഘാടനം. ഇതിന് കലൂറിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടനത്തിന് തീർച്ചയായിട്ടും മരുമകനെ വിളിക്കാത്തത്, അല്ലെങ്കിൽ റിയാസിനെ വിളിക്കാത്തത് ശരിയായില്ല. മരുമകനായിപ്പോയത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. മകളെ കല്യാണം കഴിച്ചാൽ മരുമകനാകും, ഒരാളുടെ മകളെ കല്യാണം കഴിച്ചാൽ മരുമകനാകും. പക്ഷേ മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ മന്ത്രിയാണ്, എന്തുകൊണ്ട് വിളിച്ചില്ല? ഇനി പ്രോട്ടോക്കോളുണ്ടോ, എണ്ണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് റിയാസിനെ കൂടെ വിളിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി എഴുതിയോ? എഴുതിയില്ലെങ്കിൽ എഴുതാത്ത കാര്യമെന്താണ്? എഴുതാതെ വെച്ചിട്ട് ഇതിനെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള സാധ്യത മുഖ്യമന്ത്രി മുന്നിൽ കണ്ടോ? അങ്ങനെയുള്ള കുറേ നല്ല രസകരമായ കൗതുകകരമായ ചോദ്യങ്ങളാണ് ഓരോ ഉദ്ഘാടനത്തിൽ പൊങ്ങുന്നത്. കേരളത്തിൽ നടക്കുന്ന ഓരോ ഉദ്ഘാടനത്തിനും, അത് മെട്രോയുടെ ഉദ്ഘാടനത്തിനാകട്ടെ, തിരുവനന്തപുരം വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനത്തിനാകട്ടെ, ഇപ്പോൾ നടക്കുന്ന റോഡ് പണിയുടെയും പാലങ്ങളുടെയൊക്കെ ഉദ്ഘാടനത്തിനാകട്ടെ, നല്ല രസകരമായ വിവാദമാണ് നടക്കുന്നത്. എന്തായാലും റിയാസ് പെട്ടു. പാവപ്പെട്ടവനെ മുഖ്യമന്ത്രിയുടെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ബ്ലിങ്കസിയായി തന്നെത്താൻ റോഡ് ഷോ ഒക്കെ നടത്തുകയാണ്. അച്ഛൻ ഉത്സവത്തിന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചെറുക്കൻ വീട്ടിൽ ചെറിയ പന്തൽ ഈ കിട്ടുന്ന കമ്പും കൊണിയൊക്കെ പറക്കി വെച്ച് അമ്പലം ഉണ്ടാക്കി പൂജിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ അമ്മായിയപ്പൻ വിളിച്ചില്ല. ഇനി അമ്മായിയപ്പൻ തന്നെ ഇത് ലംഘിക്കുമോ? MP രാജേഷും പോകുന്നില്ല, അമ്മായിയപ്പനും പോകുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് MP രാജേഷിനെ ഒഴിവാക്കി എന്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ വിളിച്ചില്ല എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസിദ്ധമാണ്. എന്തായാലും അമ്മാവൻ മരുമോൻ യുദ്ധം നല്ല രസകരമായി നടക്കുന്നു. ഇനിയിപ്പം അമ്മാവനും മരുമോനും മച്ചമ്പിയും അളിയനും ഒക്കെ മന്ത്രിയായിപ്പോയത് കുറ്റമാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ അല്ലല്ലോ എന്നാണ് CPM പറയുന്നത്. എന്തായാലും മരുമോനെ വിളിച്ചില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അമ്മായിയപ്പൻ പോകുന്നിടത്ത് മരുമോനെ കൂടെ കൊണ്ടുപോകാം. കൊച്ചുകുട്ടികളെ എവിടെ വേണോ കൊണ്ടുപോകാം. സ്റ്റേജ് ചിലപ്പോൾ കിട്ടൂല, സൈഡിൽ വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം, കാണാനായിട്ടൊക്കെ കൊണ്ടുപോകാം. പക്ഷേ സ്റ്റേജിൽ ഇരിക്കുകയും പത്രത്തിൽ പരസ്യം വരികയും ചെയ്യുന്നതിൽ മുഹമ്മദ് റിയാസിൻ്റെ പേരില്ല. എന്തുകൊണ്ട് റിയാസ് ഒഴിവാക്കപ്പെട്ടുവെന്ന്
കേന്ദ്ര ഗവൺമെൻറ്റിനോട് തന്നെ ചോദിക്കണം. രാജീവ് ചന്ദ്രശേഖർ അതിനൊരു മറുപടി പറയുമായിരിക്കും. എന്തായാലും വളരെ കൃത്യമായ ഒരു ഉത്തരം അതിനകത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇന്ന് നല്ല വിവാദമാണ്. പ്രധാനമന്ത്രി 12:30 മണിക്കോ മറ്റുമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം പ്രധാനമന്ത്രി വരേണ്ട സമയമായി. അങ്ങനെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോൾ മരുമകൻ ഇല്ല. മരുമകൻ അവിടെ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഇവിടെ മരുമകൻ കരിക്കുടയ്ക്കുമോ അല്ലെങ്കിൽ ചിരട്ടയെടുത്ത് പൊട്ടിക്കുമോ? അവിടെ ബർമുടയിട്ട പരിപാടി നടക്കുമ്പോൾ ഇവിടെ വള്ളി നീക്കർ വിട്ടുകൊണ്ട് മരുമോൻ തെക്ക് വടക്ക് പി ഊതി നടക്കുമോ എന്നുള്ളതാണ് കേരളം കാണുന്നത്. എന്തായാലും മരുമോനെ വിളിക്കാത്തത് മോശമായിപ്പോയി. അത് അമ്മായിയപ്പൻ കൊടുത്തൊരു പണി ആണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരാഴ്ച മുമ്പേ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് എഴുതി ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നതാണ് ചോദ്യം. എന്തായാലും പ്രോട്ടോക്കോൾ ലിസ്റ്റിൽ മരുമോൻ വന്നില്ല. മന്ത്രി, കേരളത്തിലെ PWD മന്ത്രി ഔട്ട്. അങ്ങനെ ദേശീയപാതയിൽ ഇനി ഒരു ക്ലെയിമും റിയാസ് എടുക്കുന്നതല്ല. അതുകൊണ്ട് മുച്ചൂട് മുടിഞ്ഞു പോട്ടെ, മുഴുവൻ ദേശീയപാതയും മണ്ണിടിഞ്ഞു പോട്ടെ എന്നാണ് നമ്മളെ വാപ്പച്ചിയുടെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഇക്കായുടെ പ്രാർത്ഥന.